അങ്ങനെയാണ് താൻ. നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന പത്രോസിന്റെ സാക്ഷ്യം ഏറ്റുപറഞ്ഞ് നിന്റെ അനുയായിയാകുവാൻ, ഒരു ക്രിസ്ത്യാനിയാകുവാൻ ഗാഗോൽതായിൽ ബലി നൽകിയ നിന്റെ ജീവൻ ഞങ്ങളെ ദൈവമക്കളാക്കി ഉയർത്തുന്നു. പീഡാനുഭവങ്ങളുടെ കൈക്കുള്ളിൽ രുചിയാകാൻ യേശു സ്വയം ഏൽപ്പിക്കുന്നതിനും മുൻപായി അവൻ കൈകളിൽ അപ്പവും കാസയും ഗുരുവും റബിയുമായ അവൻ പാദം കഴുകി ചൂടിച്ചപ്പോൾ അവിടെ സ്നേഹത്തിന്റെ നവമായ ഉടമ്പടി ഉണ്ടായി. നിന്നിലെ ഞാൻ എന്ന ഭാവത്തെ വെടിഞ്ഞ് കുഞ്ഞ് സ്നേഹം കുരിശോളമാണെന്ന സ്നേഹത്തിന്റെ പുതിയ ഉടമ്പടി. ഞാൻ ഈ കാസം പാനം ചെയ്യണം എന്നവന്റെ ചോദ്യം ഗെത്സമേനിൽ മുഴങ്ങുമ്പോൾ അത് പിതാവിനോടുള്ള പ്രിയപുത്രന്റെ നൊമ്പരപ്പെടുത്തുന്ന ചോദ്യം മാത്രമല്ല, ഞാനും നീയും ചെയ്ത പാപത്തിലേക്ക് കൂടിയാണ് ആ ചോദ്യം വിരൽ ചൂണ്ടുന്നത്. ചുംബനം കൊണ്ട് യൂദ അവനെ ഒറ്റപ്പെടുത്തതുപോലെ, പാറയായ പത്രോസ് അവനിൽ ഇടറിയതുപോലെ, മാറിൽ തല ചായ്ച്ചുറങ്ങിയ യോഹന്നാൻ ദൂരെ നിന്നതുപോലെ, നിസ്സംഗമായ എന്റെ മനോഭാവത്താൽ ഞാനും കർത്താവെ നിന്നെ ഒറ്റുകൊടുത്ത് തള്ളിപ്പറഞ്ഞ് ദൂരെ പോയി. ലൗകികമായ കാഴ്ചപ്പാടാണത് കുറ്റമറ്റതിനെ നമ്മുടെ നിലനിൽപ്പിനായി നാം നിഷ്കരണം കുറ്റമുള്ളതാക്കും. ചെയ്യാത്ത കുറ്റങ്ങൾ അവർ നിന്നിൽ ആരോപിച്ചു. നീതിമാന്റെ രക്തത്തിന്റെ ദാഹത്താൽ അവർ ബറാബാസിന്റെ മോചനം ആവശ്യപ്പെട്ടു. മതരാഷ്ട്രീയ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി നിന്നെ ഉപയോഗിച്ച് കൈ കഴുകി സ്വയം നീതിമാൻ ചമഞ്ഞു. ശരീരത്തെ സഹിക്കുവാൻ കഴിയുന്നതിലും വലിയ ചമ്മട്ടിയടി, തലയോട്ടി ആഴ്ന്നിറങ്ങുന്ന ഉൾക്കിരീടം. പടയാളികൾ ക്രൂരമായ പീഡനം അഴിച്ചു വരുമ്പോൾ ശരീരത്തിൽ താങ്ങുവാൻ കഴിയുന്നതിലും ഭാരമുള്ള കുരിശിനെ മനസ്സിന്റെ ബലത്താൽ നീ ചുമന്നു നീങ്ങി. സഹനയാത്രയിൽ ലോകം അവനെ കല്ലെറിഞ്ഞപ്പോഴും മുഖത്ത് തുപ്പിയപ്പോഴും തുണയായത് സ്വന്തം അമ്മയുടെയും ശിവയുടെയും വെറോണിക്കയുടെയും സമീപനമായിരുന്നു. എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞവൻ തലചായ്ച്ച് യാത്രയപ്പോൾ പിതാവിന്റെ രാജ്യം നമുക്കായി തുറന്നു തരികയായിരുന്നു. ഈ രാജ്യത്തേക്ക് ശരീരാക്കളായ നാം ചിന്തിക്കേണ്ടത് ഇതാണ്: നിന്നെ ഞാൻ മഹത്വപ്പെടുത്തി, നാഥ നിന്റെ ഹിതം ഞാൻ പൂർത്തിയാക്കി എന്ന് എത്ര ഉറപ്പോടെ നമുക്കും പറയുവാൻ സാധിക്കും. സഹനങ്ങൾ അവിടെയും തീർന്നില്ല. ഹൃദയത്തിൽ 1000 ആളുകൾ ആഴ്ന്നിറങ്ങുന്ന വേദനയിൽ ഒരമ്മ തന്റെ മകന്റെ ചേതനേറ്റ ശരീരം മടിയിൽ ഏറ്റുവാങ്ങി. ആരോടും പരിഭവിക്കാതെ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ആ മാതൃഹൃദയ
ഹൃദയം ഈ ലോകത്തിനും വേണ്ടി അതും സഹിച്ചു. നിന്നോടുകൂടി മരിക്കേണ്ടി വന്നാൽ പോലും ഞാൻ നിന്നെ നിഷേധിക്കില്ല എന്ന് വാക്കു പറഞ്ഞവരും നിന്റെ പാനപാത്രത്തിൽ പങ്കാളിയാവാൻ തയ്യാറാണെന്ന് ആണയിട്ടവരും ഓടിയകന്നപ്പോൾ അരിമത്യക്കാരൻ യോസേപ്പ് മരണത്തിന് പോലും തോൽക്കേണ്ടി വന്നു തച്ചനെന്ന് ആളുകൾ പരിഹസിച്ച് ക്രൂശിറ്റിയ ലോകരക്ഷകന് മുന്നിൽ പെറ്റവ മറന്നാലും കുഞ്ഞി ഞാൻ നിന്നെ മറക്കുകയില്ല. നിന്നെ ഞാനിത എൻ്റെ ഉള്ളകൈ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതെ, അവിടുന്ന് സഹിച്ചത് നിനക്കും വേണ്ടിയാണ്. നിനക്കായി അവൻ വലിയൊരു പദവി ഒരുക്കിയിട്ടുണ്ട്. അവൻ ചോദിക്കുന്നത് ഓർമ്മ.